നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്ന താരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അർജന്റീൻ പ്രതിഭയായ അലജാൻഡ്രോ ഗർനാച്ചോ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ അല്ല മുന്നോട്ട് പോകുന്നത്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥിരമായി ഇടം നേടാൻ ഗർനാച്ചോക്ക് കഴിയുന്നില്ല. മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ക്ലബിനകത്ത് അദ്ദേഹം അസന്തുഷ്ടനാണ്. എറിക് ടെൻ ഹാഗിനോട് അത്ര ഒരു വലിയ ബന്ധമൊന്നും ഇപ്പോൾ ഈ ഒരു താരത്തിനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് വിടാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയേക്കും എന്നാണ് പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ സൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 2 ക്ലബ്ബുകൾക്കാണ് ഗർനാച്ചോയിൽ താല്പര്യമുള്ളത്. അതിൽ ഒരു ക്ലബ്ബ് സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ബാഴ്സലോണ കരകയറി വരുന്ന ഒരു സമയമാണ് ഇത്. അവരുടെ പ്രസിഡൻ്റായ ലാപ്പോർട്ടയ്ക്ക് കൂടുതൽ മികച്ച താരങ്ങളെ എത്തിക്കാൻ ഇപ്പോൾ താല്പര്യമുണ്ട്. അതിലൊന്ന് ഗർനാച്ചോയാണ്. പക്ഷേ താരത്തെ സ്വന്തമാക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. നല്ലൊരു തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കും. ചുരുങ്ങിയത് 50 മില്യൺ പൗണ്ടെങ്കിലും ചിലവഴിക്കേണ്ടി വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ബാഴ്സയെ കൂടാതെ ഇറ്റാലിയൻ വമ്പന്മാരായ യുവൻറ്റസിനും ഈ ഒരു താരത്തിൽ താല്പര്യമുണ്ട്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി 2028 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ട്. ഈ സീസൺ യുണൈറ്റഡിൽ തുടർന്നതിന് ശേഷമായിരിക്കും ഗർനാച്ചോ ക്ലബ്ബ് വിടുക. വലിയ ഭാവി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു താരം കൂടിയാണ് ഗർനാച്ചോ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.